Hello everyone. Today we are going to discuss the second part of the topic sensitivity analysis, that is changes in cost coefficients. In the last video we discussed uh, the changes in the BIs. Here we are discussing the effect of changing the cost coefficients CJ of an LP problem after obtaining its optimal solution. Okay. Suppose this is the LPP, given LPP, f of minimize f of x equals to x subject to x equal to b and x greater than or equal to 0. If CJ are changed to CJ star, നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയതിന് ശേഷം CJ changing to CJ star, അതായത് CJ means the cost coefficients. Then the relative cost coefficients of the non-basic variables are given by the canonical form. We have Cj star bar is equal to Cj star minus summation I from 1 to m Cj star Aij bar. Okay, for j from m plus 1, m plus 2, etc. n. ഇതിൽ ഈ സി ജെ സ്റ്റാർ ബാർ എന്നുള്ള, അതായത് പുതിയ കോസ്റ്റ് കോയിഫിഷ്യൻസ്, നമ്മൾ റിലേറ്റീവ് കോസ്റ്റ് ഓൾറെഡി നമ്മൾ കോസ്റ്റ് കോയിഫിഷ്യൻസ് ചേഞ്ച് ചെയ്തപ്പോഴാണ് നമുക്ക് എന്തെന്നുള്ളത് റിലേറ്റീവ് കോസ്റ്റ് കോയിഫിഷ്യൻസിനും ചേഞ്ച് വന്നേക്കാം. ആ ചേഞ്ച് വരുന്ന റിലേറ്റീവ് കോസ്റ്റ് കോയിഫിഷ്യൻസ് എല്ലാം നോൺ നെഗറ്റീവ് ആവണമെന്നില്ല. എല്ലാം നോൺ നെഗറ്റീവ് ആണെങ്കിൽ ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ റിമെയിൻസ് ഒപ്റ്റിമം, അല്ലെങ്കിൽ ദി ഫീച്ചേഴ്സ് ഓഫ് ദി സൊല്യൂഷൻ റിമെയിൻസ് ഒപ്റ്റിമം. ഓക്കെ, പക്ഷേ ഇത് എല്ലാം നോൺ നെഗറ്റീവ് ആവണമെന്നില്ല. അങ്ങനെ നോൺ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ, ഏതെങ്കിലും നോൺ നെഗറ്റീവ് അല്ലെങ്കിൽ, ഇഫ് സി ജെ സ്റ്റാർ ഈസ് നെഗറ്റീവ് ഫോർ സം ജെ, ഏതെങ്കിലും ഒരു ജെക്കോ അല്ലെങ്കിൽ കുറച്ച് ജെകൾക്കോ ഇത് സി ജെ സ്റ്റാർ എന്നുള്ളത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സൊല്യൂഷൻ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആദ്യം ഒപ്റ്റിമൽ ആയിരുന്നത് എന്തായിരിക്കും, ഇപ്പോൾ ഒപ്റ്റിമൽ അല്ലാതായിട്ടുണ്ടാവും. ഓക്കെ, ഒപ്റ്റിമൽ ആവണമെങ്കിൽ എല്ലാ സി ജെ സ്റ്റാർ ബാറും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം എന്നർത്ഥം. അപ്പോൾ ഒപ്റ്റിമൽ ആയിരുന്ന സൊല്യൂഷൻ നമുക്ക് ഇപ്പോൾ ഒപ്റ്റിമൽ അല്ലാതായി മാറിയിട്ടുണ്ടാവും, ഏതെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ. സോ അങ്ങനെയെങ്കിൽ അവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും സിംപ്ലക്സ് ടേബിൾ കൺസിഡർ ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒരു ഐറ്ററേഷനും കൂടി ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സി ജെ ബാർ എന്തായിരുന്നു അത് മാറ്റിയിട്ട് പുതിയ സി ജെ ബാർ, സി ജെ സ്റ്റാർ ബാർ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് വേണം നമ്മൾ പിന്നെ പുതിയ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അതായത് ആ സിംപ്ലക്സ് ടേബിളിൽ വീണ്ടും ഐറ്ററേഷൻസ് നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന് അർത്ഥം. ഇനി നമ്മൾ ഈ കോസ്റ്റ് കോയിഫിഷ്യൻസ് മാറ്റം വരുത്തി കഴിഞ്ഞാലും നമ്മുടെ റിലേറ്റീവ് കോസ്റ്റ് കോയിഫിഷ്യൻസിന് മാറ്റം വരുന്നില്ലെങ്കിൽ, അതാണ് പറഞ്ഞത് ഇഫ് സി ജെ സ്റ്റാർ ആർ സച്ച് ദാറ്റ് ഓൾ സി ജെ സ്റ്റാർ ബാർ ആർ നോൺ നെഗറ്റീവ്, അതായത് റിലേറ്റീവ് കോസ്റ്റ് കോയിഫിഷ്യൻസിന് മാറ്റം വരുന്നില്ല എങ്കിൽ, ഈ ഇതിൽ പറഞ്ഞ റിലേറ്റീവ് കോസ്റ്റ് കോയിഫിഷ്യൻസിന് മാറ്റം വരുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, then the original optimal base remains optimal. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒപ്റ്റിമൽ ബേസ് എന്തായിരിക്കും, അപ്പോഴും ഒപ്റ്റിമൽ തന്നെ ആയിരിക്കും. സോ ഒപ്റ്റിമൽ വാല്യൂസ് ഓഫ് ദി ബേസിക് വേരിയബിൾസ് റിമൈൻ അൺചേഞ്ച്ഡ്. അതായത് അതിൻ്റെ ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസ് ഉണ്ടാവും, ചേഞ്ച് ആവില്ല, ഓൾറെഡി ഉണ്ടായിരുന്ന തന്നെ ആയിരിക്കും. പക്ഷേ ദി ഒപ്റ്റിമം വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വിൽ ബി ചേഞ്ച്ഡ്, ബിക്കോസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ സി എക്സ് ആണ്. അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ സി. ഈ നമ്മൾ ഈ മാറ്റം വരുത്തുന്ന സി ജെകളെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാറും, പക്ഷേ നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാവില്ല, മാറ്റം വരില്ല എന്നർത്ഥം. എക്സൈസിന് മാറ്റം വരില്ല, അല്ലെങ്കിൽ ബേസിക് വേരിയബിൾസിന് മാറ്റം വരില്ല, സി ജി എസിന് മാത്രമേ മാറ്റം വരുള്ളൂ. സി ജി എസിന് മാറ്റം വരുന്നതുകൊണ്ട് തന്നെ ഒപ്റ്റിമം വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വിൽ ബി ചേഞ്ച്ഡ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള പ്രോബ്ലം തന്നെ നമ്മൾ എടുത്ത് നോക്കാം. അതിൽ സി ജികൾ മാറ്റം വരുത്തിയിട്ട്. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിൾ സെയിം എക്സാമ്പിൾസ് ആയിരുന്നു, നമ്മൾ അന്ന് പറഞ്ഞ അതേ എക്സാമ്പിൾ നമ്മൾ അതിൻ്റെ ഒപ്റ്റിമം ലാസ്റ്റ് ക്ലാസ്സിൽ, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി അനാലിസിസിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞതിൽ ആ കറസ്പോണ്ടിങ് ആ സെയിം എക്സാമ്പിൾ നമ്മൾ എടുത്തു. ദെൻ അതിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനാണ് ഈ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിലുണ്ടായിരുന്നത് നമ്മുടെ എഫ് ഓഫ് എക്സ് ഇതായിരുന്നു, 4x1 + 5x2 എന്നായിരുന്നു. ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ സി നോട്ട് എന്തായിരിക്കും, സി നോട്ട് മീൻസ് കോസ്റ്റ് കോയിഫിഷ്യൻസ് 4, 5, 0, 0 എന്നായിരിക്കും വരിക. x1, x2, x3, x4 വരുമ്പോൾ 0, 0 വരും. ഇതായിരുന്നു ഒപ്റ്റിമം ടേബിൾ. ഓക്കെ, അപ്പോൾ ആ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒബ്റ്റൈൻ ചെയ്ത ടേബിൾ ആണ് നമ്മൾ ഈ കാണുന്നത്.
അതിൽ നമുക്ക് ഇവിടെ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് ഇതാണ്, ഇതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമം. So the optimal solution is x1 equal to 2 by 3, x2 equal to 1 by 3, x3 equal to 13 by 3 and x4 equal to 11 by 3, and the minimum value of f is 13 by 3. ഓക്കെ, അതായത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് ഇതായിരുന്നു അല്ലേ, അതായത് 4, 5, 0, 0. ഇത് നമ്മൾ മാറ്റം വരുത്തുകയാണ്. ഓക്കെ, ഇത് മാറ്റം വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതാണ് C1 x1 plus C2 x2. അപ്പോൾ C1 ഉം C2 മാറുന്നതിനനുസരിച്ച് നമ്മുടെ എഫ് മാറ്റം വരും. ഓക്കെ, കോസ്റ്റ് കോഎഫിഷ്യൻസും മാറുന്നതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ഇതാണ് വിചാരിക്കുക, ഇതായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന C1 4 ആണ്, C2 5 ആയിരുന്നു. Now suppose we are changing this. Suppose C1 equal to 4 and C2 equal to 5 are changed to C1 equal to 5 and C2 equal to 6. C1 4 ഉള്ളത് 5 ആക്കി, C2 5 ഉള്ളത് 6 ആക്കി. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? CJ സ്റ്റാർ നമുക്ക് നേരത്തെ എഴുതിയാണ്. CJ സ്റ്റാർ ബാർ is equal to CJ സ്റ്റാർ minus summation I from 1 to m CI star Aij bar for j from m plus 1 to n. ഓക്കെ, അപ്പോൾ ഇവിടെ എം എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ, എം 4 ആണ്. ഇത് ബേസിക് വേരിയബിൾസിൻ്റെ എണ്ണം 4 ആണ്. അപ്പോൾ എം പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മുതലാണ് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ സ്ലാക്ക് വേരിയബിൾസ് നമ്മൾ രണ്ടെണ്ണമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ജെ വാരീസ് ഫ്രം 5 to 6, അല്ലെങ്കിൽ 5 ഉം 6 ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരിക. അതുകൊണ്ടാണ് C5 സ്റ്റാറും C6 സ്റ്റാറും ചെയ്യേണ്ടാവുക. ഇതിൽ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുതിയ വാല്യൂ എന്നുള്ളതാണ്. C1 equal to 4 അത് ചേഞ്ച് ചെയ്ത പുതിയ മാറ്റം വന്നാണ് C1 സ്റ്റാറിലേക്ക് വന്നിട്ടുള്ളത്. C2ൻ്റെ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻ്റ് പുതിയ വാല്യൂ ആണ് ഈ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജെ ഫ്രം m plus 1 to n എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേസ് എന്ത് വരും? 5 ഉം ജെ ഫ്രം 5 ഉം 6 വരുന്നതാണ്. സോ C5 സ്റ്റാർ ബാറും വേണം, C6 സ്റ്റാർ ബാറും വേണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ജെക്ക് 5 റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് C5 സ്റ്റാർ ബാർ ഇസ് ഈക്വൽ ടു C5 സ്റ്റാർ മൈനസ് summation I from 1 to m. So C1 ഫസ്റ്റ് I കൾ 1 കൊടുക്കുമ്പോൾ C1 സ്റ്റാർ A15 ബാർ വരും, മൈനസ് I equal to ആകുമ്പോൾ എന്താവും C2 സ്റ്റാർ A25 ബാർ വരും. ഓക്കെ, അത്രയും. ദെൻ ഇതിൽ C5 സ്റ്റാർ നമുക്ക് ഓൾറെഡി അറിയാം, C5 സ്റ്റാർ ഇസ് 0. ഓക്കെ, കാരണം എന്താ, C5 സ്റ്റാർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പുതിയ മാറ്റം വന്നാൽ C1 ഉം C2 ഉം 6 ആയിരുന്നുള്ളൂ, ബാക്കി മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് C1, C2, C3, C4. അപ്പോൾ C5 ഉം C6 ഉം ഓൾറെഡി 0 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ സ്റ്റാർ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, അതായത് 0 ആയിരിക്കും. മൈനസ് ഇതിൽ C1 സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ 5 ഇൻറ്റു A15 ബാർ. A15 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരിക, ഇതാണ് A15 എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക. ഓക്കെ, A15 ബാർ എന്ന് പറഞ്ഞാൽ -4/3 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് -4/3 മൈനസ് 62 സ്റ്റാർ സോറി C2 സ്റ്റാർ എന്ന് പറയുമ്പോൾ 6 ആണ്. 6 ഇൻറ്റു A25 ബാർ എന്ന് പറയുമ്പോൾ A2 ഇതാണ്, A25 ബാർ ഇസ് 1/3. ഓക്കെ, സോ അത് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 14/3 കിട്ടി. സോ ഈ C5 സ്റ്റാർ ബാർ എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ C6 സ്റ്റാർ ബാറും കൂടെ അപ്ലൈ ചെയ്യുന്നു. ഇതിൽ ജെക്ക് പകരം 6 കൊടുക്കുന്നു. സോ ഇവിടെ C6 സ്റ്റാർ വരും, C6 സ്റ്റാർ മൈനസ് C1 സ്റ്റാർ ഇൻറ്റു A16 ബാർ മൈനസ് C2 സ്റ്റാർ ഇൻറ്റു A26 ബാർ വരും. ഓക്കെ, സോ ഇതിൽ ഇത് 0 ആണ്. സോ ഇവിടെ -5 ഇൻറ്റു A16 ബാർ ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടും. A16 ബാർ എന്ന് പറഞ്ഞാൽ 1/3 കിട്ടും, A26 ബാർ -1/3 കിട്ടും. അതുകൊണ്ട് ഇവിടെ റീപ്ലേസ് ചെയ്തു 1/3, here is -1/3. ഓക്കെ, അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/3 വാല്യൂ കിട്ടുക. ഇതും പോസിറ്റീവാണ്. സോ നമുക്ക് പുതിയ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് രണ്ടും എന്താണ്, നോൺ നെഗറ്റീവ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ CJ സ്റ്റാർ ആൻഡ് C5 സ്റ്റാർ ബാർ ആൻഡ് C6 സ്റ്റാർ ബാർ are greater than or equal to 0. So the solution is now is optimal. അപ്പോൾ സൊല്യൂഷൻ ഓൾറെഡി ഉണ്ടായിരുന്ന സൊല്യൂഷൻ തന്നെയാണ്, ഒപ്റ്റിമൽ ആണ്. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ സാധനങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് x1, x2, x3, x4. ഇത് ഇപ്പോഴും ഒപ്റ്റിമൽ തന്നെയാണ്, കാരണം ഈ നമുക്ക് കിട്ടിയ പുതിയ CJ സ്റ്റാർ ബാർ ഇപ്പോഴും തന്നെയാണ് ഇതായിട്ട് വന്ന് 14/3 1/3 രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന സൊല്യൂഷൻ ഈസ് നൗ ഒപ്റ്റിമൽ ഓൾസോ. ഓക്കെ.
ഓക്കെ, ഓൾറെഡി ഉണ്ടായിരുന്ന തന്നെ വീണ്ടും ഒപ്റ്റിമൽ ആണ്. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് കിട്ടും. സോ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് അത് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷേ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തേക്കാം. കാരണം ആ C1 പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം, പുതിയ മാറ്റം വന്നിട്ടുള്ള C1 സ്റ്റാറും C2 സ്റ്റാറും നമ്മൾ റീപ്ലേസ് ചെയ്യണം C1 C2 പകരം. അപ്പോൾ നമുക്ക് f equal to C1 star x1 plus C2 star x2, so 5 into 2 by 3 plus 6 into 1 by 3 equal to 16 by 3 കിട്ടുക. ഓക്കെ, സോ ഇതായിരിക്കും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഒപ്റ്റിമം വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മൾ ഈ ചേഞ്ച് വരുത്തിയപ്പോഴാണ് ഇപ്പോൾ അത് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ 4 5 ഇതെല്ലാം മാറ്റിയിട്ട് ഇവിടെ 5 6 ആക്കി. ഇനി സെക്കൻഡ് കേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്ത് നോക്കാം. C1 equal to 4 C2 equal to 5 എന്നുള്ളത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് to C1 star equal to 5 and C2 star equal to 1. ഓക്കെ, ഇതിന് C1 നമ്മൾ എന്ത് ചെയ്തു 5ലേക്ക് മാറ്റി, C2 1 ആക്കി റീപ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെയിം പ്രോസസ്സ് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് C5 star ബാർ എന്നുള്ളത് C5 star ബാർ മൈനസ് C1 star A15 ബാർ മൈനസ് C2 star A25 ബാർ എന്ന് കിട്ടും. ഓക്കെ, സോ അത് ഈ വാല്യൂസ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ C5 star ഓൾറെഡി 0 ആണ്, മൈനസ് 5 into C1 star is 5 into A15 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 4/3 ആണ്. അത് റീപ്ലേസ് ചെയ്തു. ഇവിടെ A25 ബാർ അത് 1/3 ആണ്, അതും റീപ്ലേസ് ചെയ്തു. സോ വിൽ ഗെറ്റ് 19/3 എന്ന് കിട്ടും. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. ഓക്കെ, സെക്കൻഡ് കേസ് C6 സ്റ്റാർ ബാർ വരുന്നത് ഇതാണ് 0 മൈനസ് C1 star A16 ബാർ മൈനസ് C2 star A26 ബാർ. That is minus 0 minus 5 into 1/3 minus 1 into minus 1/3. So this is negative, minus 4/3. It is negative. അപ്പോൾ ഈ ഒരു മാറ്റം വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന എഫിൻ്റെ വാല്യൂ നോക്കാം. എഫിൻ്റെ വാല്യൂ എഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, C1 star x1 plus C2 star x2. സോ 5x1 plus x2. ഓക്കെ, ഇവിടെ 5ഉം 1ഉം ആണ് കൊടുത്തുള്ളത് C1 star C2 star. സോ 5x1 plus x2. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന വാല്യൂ ഉപയോഗിച്ചിട്ട്, അതായത് x1 equal to x1 x2 വാല്യൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതായിരുന്നു പ്രോബ്ലം എന്ന് പറയുന്നത്. x1 2/3 x2 1/3 ആണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എഫിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എഫിൻ്റെ വാല്യൂ വരുന്നത് x1 2/3 x2 1/3. സോ എഫ് വാല്യൂ വിൽ ബി 11/3. പക്ഷെ നമുക്ക് ഇത് ലെസ് ദാൻ 0 ആയതുകൊണ്ട്, അതായത് C6 സ്റ്റാർ ബാർ എന്നുള്ളത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ ന്യൂ സൊല്യൂഷൻ എന്തല്ല, ഒപ്റ്റിമൽ അല്ല. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഫസ്റ്റ് കേസായിട്ട് പറഞ്ഞാൽ രണ്ടും എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ഓൾറെഡി ഉണ്ടായിരുന്ന ഏർലിയർ സൊല്യൂഷൻ തന്നെയാണ് ഒപ്റ്റിമൽ. ഏർലിയർ ഒപ്റ്റിമൽ സൊല്യൂഷൻ റിമൈൻസ് ഒപ്റ്റിമൽ ആയിരുന്നു. ഇവിടെ ഇത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് നമുക്ക് എന്തല്ല, പഴയ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ വാല്യൂസ് വെച്ചിട്ട് പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ആ ടേബിളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട്, നൗ ടു ഗെറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ വി നീഡ് ടു പെർഫോം one more iteration, replacing C5 bar equal to 11/3. Replacing C5 bar equal to 11/3 by C5 star bar equal to 19/3. ഓക്കെ, അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യണം. ഇവിടെ C5 ബാർ എന്ന് പറഞ്ഞാൽ ഏത് വരാം, ഇതാണ് 11/3. ഓക്കെ, ഇത് മാറ്റിയിട്ട് നമുക്കിപ്പോൾ പുതിയ കിട്ടിയ C5 ബാർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ C6 ബാർ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. C6 സ്റ്റാർ ബാർ, അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ഈ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് മാറ്റണം എന്നർത്ഥം. ഇപ്പം ഇത് C5 സ്റ്റാർ ബാറും C5 ബാറും ഇത് C6 ബാറും, അത് രണ്ടും മാറ്റം വരുത്തണം എന്നർത്ഥം. അതാണ് ഒന്ന് പറയുന്നത്. C5 ബാറിൽ നമ്മൾ 11/3 എന്നുള്ളത് ഇതിലേക്ക് മാറ്റി C5 സ്റ്റാർ ബാറിലേക്ക് മാറ്റി. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു C5 സ്റ്റാർ ബാർ 19/3 ആൻഡ് C6 സ്റ്റാർ ബാർ -4/3. അതും റീപ്ലേസ് ചെയ്യണം. അപ്പോൾ C6 സ്റ്റാർ ബാർ 1/3 ആണ്. അപ്പോൾ ഇത് ഈ ഓൾറെഡി ഉണ്ടായിരുന്ന 1/3 ആണ്. ഇത് മാറ്റിയിട്ട് എന്തായിരുന്നു, C6 സ്റ്റാർ ബാറിനെ -4/3 ആക്കി മാറ്റി. ഓക്കെ, ആൻഡ് എഫ് ഓൾറെഡി ഉണ്ടായിരുന്നത് 13/3 ആണ്. അത് മാറ്റിയിട്ട് എന്താക്കി, ഇപ്പോൾ കിട്ടിയ 11/3 നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇൻ പ്രീവിയസ് ടേബിൾ. ഓക്കെ, അപ്പോൾ ആ ടേബിളിൽ നമ്മൾ ഈ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, ഇത് നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അതായത് ആ ടേബിൾ ഇപ്പം ഓൾറെഡി ഉണ്ടായിരുന്ന ഇതൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഓക്കെ, BISന് മാറ്റം വന്നിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ മാറ്റം വരുത്തിയില്ല എന്തായിരുന്നു, കോസ്റ്റ് കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് 19/3 ആയി മാറി. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന 11/3 മറ്റോ ആണ്, അത് മാറ്റി 19/3 ആയി. ഇവിടെയും ഓൾറെഡി 1/3 ഉണ്ടായിരുന്ന പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇതെന്ത് വന്നു, നെഗറ്റീവായി മാറിപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നതിന് മാറ്റം വന്നു. ഓക്കെ,
അപ്പോൾ ഇതിലിനി നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നെഗറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് എല്ലാം നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടില്ല, അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് ആയിട്ടില്ല. സോ ഇത് ഒപ്റ്റിമൽ അല്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ഉള്ള സിംപ്ലക്സ് ഈ സിംപ്ലക്സ് മെത്തേഡ് നമ്മൾ ഒരു ഐറ്ററേഷൻ കൂടി ചെയ്ത് നോക്കണം. നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത് ഇത് മാറ്റം വരുത്തി, ഇത് മാറ്റം വരുത്തി, ഇത് മാറ്റം വരുത്തി. ഓക്കെ, ഈ മൂന്നാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ഇനി ഇത് വീണ്ടും സാധാരണ രീതിയിൽ നമ്മൾ സിംപ്ലക്സ് ടേബിൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ x6 ആയിരിക്കും എൻ്ററിങ് വേരിയബിൾ. ആൻഡ് ഔട്ട് ഗോയിങ് വെക്ടർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റേഷ്യോ കണ്ടുപിടിക്കുന്നു. റേഷ്യോ കാണുമ്പോൾ എന്ത് വരും? 1/3/2/3, സോറി 2/3/1/3, ദാറ്റ് ഈസ് 2 വരും. 1/3 - 1/3 നെഗറ്റീവ് ഒന്നും നോക്കാൻ ആവശ്യമില്ല, ഇത് മതി. 11/3/1/3 11 വരും. അപ്പോൾ ഇതിൽ നിന്നും അതോ ഇതിൽ നിന്നും ഈ രണ്ടെണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ ലീസ്റ്റ് പോസിറ്റീവ് എടുക്കുന്ന റേഷ്യോ, ലീസ്റ്റ് പോസിറ്റീവ് റേഷ്യോ ഇതാണ് വരിക. നെഗറ്റീവ് ആകുന്നിടത്ത് നമുക്ക് നോക്കാൻ ആവശ്യമില്ല. ഓക്കെ, ലീസ്റ്റ് പോസിറ്റീവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക. സോ x1 എന്തായിരിക്കും? ഔട്ട് ഗോയിങ് വെക്ടർ ആയിരിക്കും. നമ്മൾ സാധാരണ അറിയുന്ന സിംപ്ലക്സ് മെത്തേഡിനാണ് ചെയ്യുന്നത്. സോ x1 പകരം ഞാനിവിടെ x6 കൊടുത്തു. സോ ഇങ്ങനെ മാറ്റം വരും. ടേബിൾ നമ്മൾ വീണ്ടും നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. സോ പുതിയ കോസ്റ്റ് കോഎഫിഷ്യൻസ്, റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസ് ഇതാണ് വരുന്നത്. 4 0 0 0 1 0. ഇതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, നോൺ നെഗറ്റീവ് ആണ് അർത്ഥം. നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നൗ ദി സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണ്. ആൻഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് x1 is equal to 0. ഇതിൽ x1 ഇല്ല. ബേസിക് വേരിയബിൾസ് x2 x3 x4 x6 ആണ്. സോ x1 equal 0, x2 equal to 1, x3 equal to 5, x4 equal to 3, x5 equal to 0, x6 equal to 2. അതായിരിക്കും സൊല്യൂഷൻ വരിക. ആൻഡ് ദി മിനിമം വാല്യൂ ഈസ് 1. മിനിമം വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സൊല്യൂഷൻ ഒപ്റ്റിമൽ ആൻഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് x1 0, x2 1, x3 5, x4 3, x5 0 and x6 equal to 2. Also f equal to the value of f is objective function is 1. Okay, so thanks for watching.